ഗുഡ് മോർണിംഗ്. എല്ലാ ഡോക്ടേഴ്സിനും അവരുടെ പേഷ്യൻസ് സൈഡിൽ നിന്ന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ചില ഇൻസിഡൻസ് പലപ്പോഴും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്കൊരു പേഷ്യൻറ്റ്, ഞാൻ നേരത്തെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ബ്രോങ്കിയക്ടാസിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയഗ്നോസിസ്. അതായത് ശ്വാസകോശത്തിന് വരുന്ന ഒരു അസുഖമാണ് ബ്രോങ്കിയക്ടാസിസ്. അപ്പോൾ അദ്ദേഹത്തിന് ആ അസുഖമാണ്. അപ്പോൾ ആ അസുഖമുള്ള ഒരു പേഷ്യൻറ്റ് എനിക്ക് സ്ഥിരം എന്നെ കാണിക്കാനായിട്ട്, അതായത് കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്തനാപുരത്തെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ആയ സമയത്ത് അദ്ദേഹം അവിടെയും വരും, ഫോളോ അപ്പ് പോലെ അദ്ദേഹം അവിടെയും വരും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 1-2 ക്ലിനിക്സിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ കൂടെ തന്നെ ക്ലിനിക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അസുഖം വരുന്ന സമയത്ത് ഇങ്ങനെ അവിടെയൊക്കെ, അതായത് അന്വേഷിച്ചിട്ട് അവിടെയൊക്കെ വന്ന് എന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതെനിക്ക് തോന്നി ഏകദേശം ഒരു 3 വർഷത്തോളം ആയി അദ്ദേഹം എന്നെ തന്നെ, അതായത് അസുഖം വരുന്ന സമയത്ത് ഈ ബ്രോങ്കിയക്ടാസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ചില സമയത്ത് അത് എക്സാസർബേഷനിൽ പോകാറുണ്ട്. അതായത് ചില ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന് ശ്വാസം മുട്ടലും കഫവും, ചില സമയത്ത് കഫത്തിൽ ഇങ്ങനെ, അതായത് രക്തത്തോടു കൂടിയുള്ള കഫം, അദ്ദേഹം ആദ്യം വന്ന സമയത്ത് രക്തത്തോടു കൂടിയുള്ള കഫം ചുമച്ച് വന്നിട്ടായിരുന്നു എന്നെ ആദ്യം കാണിക്കാനായിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വന്നു, അതായത് രക്തത്തോടു കൂടിയുള്ള കഫം വരുന്നത് അദ്ദേഹത്തിന് കുറഞ്ഞു വന്നു. അപ്പം അതെന്ന് പറഞ്ഞുകഴിയുമ്പം ഒരുപാട് രക്തത്തോടു കൂടിയുള്ള കഫം വന്നു കഴിഞ്ഞാൽ അത് സർജറി ഒക്കെ ചെയ്യേണ്ട ഒരു അസുഖമാണ് ഈ ബ്രോങ്കിയക്ടാസിസ്. പക്ഷേ അദ്ദേഹത്തിന് അത്ര അധികം വലിയ ബ്രോങ്കിയക്ടാസിസ് അല്ലായിരുന്നു. അപ്പം അങ്ങനെ ഈ പേഷ്യൻ്റ് അന്ന് വരുന്നത് വളരെ ഒത്തിരി ദൂരത്തുള്ളൊരു സ്ഥലത്തു നിന്നാണ് എന്നെ കാണാൻ അദ്ദേഹം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റൽ, അതായത് ഞാൻ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താലും ഈ പേഷ്യൻ്റ് അവിടെ അന്വേഷിച്ചിട്ട് ഈ പേഷ്യൻ്റ് അവിടെ വരും. അങ്ങനെ ഇന്ന് ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതായത് ഞാൻ ഇന്ന് ഒ പിയിൽ വരുന്ന സമയത്ത് രാവിലെ വന്ന് എന്നെ വെയിറ്റ് ചെയ്യാണ് ഈ പേഷ്യൻ്റ് അങ്ങ്, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂറുണ്ട് അദ്ദേഹം വരുന്ന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലോട്ട് എത്താനായിട്ട് തന്നെ അത്രയും സമയമെടുക്കും. അപ്പം എന്നിട്ട് അദ്ദേഹത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുമുണ്ട്, ശ്വാസമുട്ടലുള്ള പേഷ്യൻ്റാണ്. ഇപ്പോൾ ഇത്തിരി ശ്വാസമുട്ടൽ കൂടുതലായിട്ട് ഉള്ളപ്പോഴാണ് എന്നെ കാണാനായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പേഷ്യൻസ് ഉണ്ടല്ലോ, അതായത് എല്ലാ ഡോക്ടേഴ്സിനും ഇങ്ങനെ കുറച്ച് പേഷ്യൻസ് കാണും. അങ്ങനെ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് കാണും, ഇങ്ങനെയുള്ള ചില പേഷ്യൻസ്. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് എടുത്തത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ്, അതായത് ഇപ്പം MBBS ആണെങ്കിലും PG ആണെന്നുണ്ടെങ്കിലും ഈ കോഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ആദ്യം നമ്മൾ എൻട്രൻസ് എക്സാം പാസ്സാവണം, നമുക്കതിന് റാങ്ക് വേണം. അതുകൂടാതെ തന്നെ നമ്മളിപ്പം മെഡിക്കൽ കോളേജിൽ പോയി കഴിയുമ്പം അവിടെ കുറേ സ്ട്രഗിൾസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, അതായത് കണ്ടിന്യൂസ് ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഹെക്റ്റിക് ഡ്യൂട്ടീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, അങ്ങനെ പല സൈഡിൽ നിന്നും കുറേ, അതായത് ടോർച്ചറിങ് പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസിലോട്ട് എത്തുന്നത്. അപ്പോൾ അതെല്ലാം, അതായത് വേർത്തായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ തോന്നിക്കാൻ അതായത് പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ചില പേഷ്യൻസ് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ചില പേഷ്യൻസിനെ കാണുമ്പോൾ, അതായത് നമ്മളിതെല്ലാം ചെയ്തതിന്, അതായത് നമ്മൾ ഈ ഹാർഡ് വർക്കൊക്കെ ചെയ്തതിനുള്ള ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇങ്ങനെയുള്ള ചില പേഷ്യൻസ് വന്ന് നമ്മളോട് ഇങ്ങനെ പെരുമാറുമ്പോഴാണ്. അതായത് എല്ലാ പേഷ്യൻസും എപ്പോഴും നമ്മളോട് അങ്ങനെ ഒരു രീതിയിലായിരിക്കില്ല. ഇതിൽ റെയറായിട്ട് കുറച്ച് പേഷ്യൻസ് നമ്മളോട് ഭയങ്കര സിൻസിയറായിട്ട്, അതായത് നമ്മളിടുന്ന എഫേർട്ടിന്, അതായത് നമ്മൾ ഏത് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും, അതായത് നമ്മളുടെ അറിവിന് പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണ് എല്ലാ ഡോക്ടേഴ്സും നോക്കുന്നത്. അതായത് എത്തിക്കൽ. അപ്പോൾ നമ്മൾ എന്ത് മെഡിസിൻ കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് പെട്ടെന്ന് റിക്കവർ ആവുന്നത്, എങ്ങനെ ട്രീറ്റ് ചെയ്താലായിരിക്കും പെട്ടെന്ന് റിക്കവർ ആവുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിന് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചില ഇൻസിഡൻസ് ആണ്, അതായത് എല്ലാ ഡോക്ടേഴ്സിനും ഇങ്ങനെ ചില ഇൻസിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഹാർഡ് വർക്കിന്, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചിട്ടുണ്ടായിട്ടുള്ള സ്ട്രഗിൾസിന്, ഇതിനെല്ലാം ഒരു അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനെ ചെയ്തത് ബോത്തായി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് നന്നായി, അല്ലെങ്കിൽ അങ്ങനെ ആണ്, അതാണ് ഒരു പർപ്പസ് എന്താണ് എന്ന് അറിയുന്നത് ഈ ഇതുപോലെയുള്ള പേഷ്യൻസ് നമ്മളെടുത്ത് അത്രയ്ക്ക്, അതായത് നമ്മളത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന സമയത്ത് പേഷ്യൻസ് നമ്മളോട് അത്ര ആത്മാർത്ഥമായിട്ട് പറയുമ്പോഴാണ് നമുക്കങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വേറൊരു പേഷ്യൻ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് 2 ഇൻസിഡൻ്റാണ്. അത് കഴിഞ്ഞിട്ടൊരു പേഷ്യൻ്റ് വന്നിട്ട് ഒന്നുമില്ല. ആ പേഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആക്ച്വലി ശ്വാസമുട്ടൽ മാറിയതിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ് എൻ്റെ ഒപ്പിലിരുന്ന് കരയാൻ തുടങ്ങി. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു ഈ പേഷ്യൻ്റ് കരയാണ്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ എന്താ പേഷ്യൻ്റ് ശ്വാസമുട്ടൽ മാറിയതിൻ്റെ സന്തോഷത്തിൽ കരയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു കിട്ടുന്നത്, നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആവുന്നത്. അതായത് ഈ പേഷ്യൻസിനോടാണ് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവുന്നത്, ഈ പേഷ്യൻസിനോടാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ മെഡിസിൻ എടുത്ത് അവരുടെ അസുഖം മാറുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. ഈ ജോബിൽ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പേഷ്യൻ്റ് സുഖപ്പെടുന്നതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ.